ഈശോ സ്തുതിയായിരിക്കട്ടെ. ഉദ്ധാന തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. ഇന്ന് തിരുസഭ മാതാവ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉദ്ധാന തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ഉയർത്തതിനെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. ഈ തിരുനാൾ അറിയപ്പെടുന്നത് തന്നെ പ്രത്യാശയുടെ തിരുനാൾ എന്നാണ്. തിരുനാളുകളുടെ തിരുനാളാണിത്. മഹോത്സവങ്ങളുടെ മഹോത്സവമാണ്. നമ്മുടെ കർത്താവായ യേശുനാഥൻ മരണത്തെ വിജയിച്ച് ജീവനിലേക്ക് ഉദ്ധാനം ചെയ്തതിൻ്റെ വിജയത്തിൻ്റെ ഓർമ്മയാണ് ഈ ദിവസം. അതുകൊണ്ടാണ് ഇന്ന് യേശുനാഥൻ്റെ തിരുസ്വരൂപങ്ങളിൽ ഈ വിജയക്കൊടി പാറിച്ചുകൊണ്ട് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മൾ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇത് വിജയിച്ചവൻ്റെ തിരുനാളാണ്, പ്രത്യാശ നൽകുന്ന തിരുനാളാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് 2 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. ഈ സാധാരണ രീതിയിൽ ഒരു മനുഷ്യന് മറ്റു മനുഷ്യരോട് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് യേശുനാഥന് സംഭവിച്ച കാര്യങ്ങളെ നമ്മളൊന്ന് ധ്യാനിക്കണം. എന്താണ് യേശുവിന് സംഭവിച്ചത്? യേശുനാഥനെ നമ്മൾ ദൈവമാണെന്നുള്ള നില മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനായി നമുക്ക് ചിന്തിക്കാം. അപ്പൻ നേരത്തെ മരിച്ചുപോയ, അപ്പനില്ലാത്ത, അമ്മ മാത്രം ഉള്ള, വേറെ സഹോദരങ്ങളൊന്നുമില്ല, ചോദിക്കാനും പറയാനും അങ്ങനെ വലിയ ആളുകളൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ, നന്മ മാത്രം ചെയ്ത് കടന്നുപോയ ഒരു മനുഷ്യൻ. അവൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, അവനെല്ലാവരെയും സ്നേഹിച്ചു. സ്ത്രീകളോടൊക്കെ പ്രത്യേക പരിഗണന നൽകി. അന്നത്തെ സമൂഹത്തിൽ ആരെയൊക്കെ അവഗണിച്ചിരുന്നു അവരെയൊക്കെ ഈ മനുഷ്യൻ ചേർത്ത് പിടിച്ചു. കാരണം അവരിൽ കണ്ടത് അവൻ്റെ അമ്മയുടെ മുഖമാണ്. ഈ ഗണിക എന്നൊക്കെ വിളിക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകൾ, അല്ലെങ്കിൽ സമൂഹം കല്ലെറിയാൻ മാറ്റിവെച്ച സ്ത്രീകൾ, അവരിലൊക്കെ അവൻ്റെ അമ്മയെ കണ്ടു. കാരണം അവൻ്റെ അമ്മയും ഇതുപോലെ ഒരിക്കൽ എല്ലാവരുടെ മുമ്പിൽ അപമാനിതയാകേണ്ടതവളായിരുന്നു. പക്ഷേ അവൻ്റെ വളർത്തുപിതാവ് അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. അപ്പോൾ ആ ഒരു ചിന്തയും ആ കഥകളൊക്കെ കേട്ട് വളർന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ. അതുകൊണ്ട് അവൻ സ്ത്രീകളെയൊക്കെ ഒത്തിരിയധികം സ്നേഹിച്ചു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യരെ അവൻ സ്നേഹത്തിൻ്റെ ചില കഥകൾ പറഞ്ഞ് കൂടെ ചേർത്തു. എല്ലാം സാധാരണക്കാരെ, കുറേ മീൻ പിടിക്കുന്ന മനുഷ്യരും വിദ്യാഭ്യാസമൊന്നും വളരെ ഇല്ലായിരുന്ന ആ സമൂഹത്തിലെ തരം താഴ്ത്തപ്പെട്ടവരും മാറ്റി നിർത്തപ്പെട്ടവരൊക്കെ ആയിരുന്ന കുറേ മനുഷ്യർ അവൻ്റെ കൂട്ടുകാരെ. അവൻ കുറേ നല്ല കഥകൾ പറഞ്ഞ ആ മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. പിന്നെ അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില തിന്മകൾക്കെതിരെ അവൻ പോരാടി. ഒരൊറ്റയാൾ പോരാട്ടമായിരുന്നു. അപ്പം അങ്ങനെ ആരെയും ദ്രോഹിക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് നടന്ന ഒരു മനുഷ്യൻ. എന്നാൽ അവനെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരൊക്കെ ചേർന്ന് മരണത്തിന് വിട്ടുകൊടുക്കുകയാണ്. അപ്പം അവൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ ചിലരെ പണം കൊടുത്ത് വശത്താക്കുകയാണ്. പണമുള്ളവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നവർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ മനുഷ്യർ ഇവരുടെ ശത്രുവായി മാറിയത്? കാരണം അവരുടെ അധികാരങ്ങൾക്ക് ഒരു പക്ഷേ ഇവൻ വിലങ്ങതടി ആയേക്കാമെന്ന് ഇവർ ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഇത് അവരുടെ ഒരു ഊഹാപോഹമാണ്. ഒരു സമൂഹത്തിൽ വളർന്നു വന്ന, ഗുരുവായി ഉയർന്നു വന്ന ഒരു മനുഷ്യനെ അടിച്ചമർത്താൻ, അതായത് ഇന്നും ചില മനുഷ്യർക്ക് ചില മനുഷ്യരുടെ ഉയർച്ചകളൊന്നും ഇഷ്ടമല്ലല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. മറ്റു മനുഷ്യർ ഉയർന്നു വരുന്നത് കാണരുതെന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില മനുഷ്യർ. അതുപോലെയുള്ള ചില മനുഷ്യർ അവനെ കൊല്ലാനായി തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊല്ലാൻ തീരുമാനമെടുത്തു. പണത്തിൻ്റെ കരുത്ത് അവർക്കുണ്ട്, അധികാരത്തിൻ്റെ കരുത്തുണ്ട്. അതുകൊണ്ട് പണം കൊടുത്ത് അവൻ്റെ തന്നെ ചില സുഹൃത്തുക്കളെ അവർ വരുതിയിലാക്കുകയാണ്. മറ്റ് സുഹൃത്തുക്കളെ ഭയം കാട്ടിയും മരണത്തെ ഭയപ്പെടുത്തിയും അവരിൽ നിന്ന് ചിതറിച്ച് കളയുകയാണ്. അവ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. ആരുമില്ല അവൻ്റെ കൂട്ടിന്. അങ്ങനെ മരണത്തിലേക്ക് കൊണ്ടുവന്ന അവനെ സാധാരണ ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് യേശുനാഥൻ്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് ദൈവദൂഷണ കുറ്റമാണ്. അതനുസരിച്ചുള്ള ശിക്ഷാരീതി കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. പക്ഷേ അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഇവർക്ക് മടിയായിരുന്നു. കാരണം കല്ലെറിഞ്ഞു കൊന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവൻ്റെ മരണം ഉറപ്പാകും. അങ്ങനെയല്ല, അവനെ അപമാനിതനാക്കണം. അപ്പോൾ വെറുതെ മരണത്തിന് വിട്ടുകൊടുക്കാനല്ല, അവനെ സമൂഹത്തിൻ്റെ മുൻപിൽ അപമാനിതനാക്കണം എന്ന ചിന്ത ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ കുരിശുമരണത്തിന് വിധിക്കാൻ ഇവർ അവിടെ കളികൾ തയ്യാറാക്കുകയാണ്. അവർ അതിനുവേണ്ടിയുള്ള ചരടുവലികൾ നടത്തുകയാണ്. അങ്ങനെ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു. ഈ കുരിശുമരണത്തിൻ്റെ പ്രത്യേകത, അവിടെ അന്ന് ഇസ്രയേലിനെ ഭരിച്ചിരുന്ന റോമ പൗരന്മാർക്ക് കുരിശുമരണം കൊടുക്കാറില്ല. കാരണം അത് ഏറ്റവും അവഹേളനപരമായ ഒരു ശിക്ഷയാണ്. ഈ ഇസ്രയേൽക്കാരാകട്ടെ തങ്ങളുടെ ആളുകൾക്കും ഈ ശിക്ഷ കൊടുക്കാറില്ല. യേശുനാഥന് പ്രത്യേകിച്ച് ഈ ശിക്ഷയല്ല അവൻ അനുഭവിക്കേണ്ടിയിരുന്നത്. പക്ഷേ റോമക്കാർ തങ്ങളുടെ സാമ്രാജ്യത്തിലുള്ളവരല്ലാത്ത, അല്ലെങ്കിൽ തങ്ങളുടെ ഈ രാജ്യത്തിന് കീഴിൽ വരാത്ത മറ്റ് മനുഷ്യർക്ക്, മറ്റ് പൗരന്മാർക്ക് കൊടുത്തിരുന്ന ശിക്ഷയാണ് ഈ കുരിശിൽ കയറ്റിയുള്ള മരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈശോയ്ക്ക് നൽകണം. അപ്പോൾ അങ്ങനെ അപമാനത്തിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. 33 ഒരു മനുഷ്യൻ
വയസ്സുള്ള മനുഷ്യൻ. അവനെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് വിവസ്ത്രനാക്കുകയാണ്. എന്നിട്ട് അവനെ കുരിശിൽ തറയ്ക്കുകയാണ്. മരണം ഉറപ്പാക്കാൻ അവൻ്റെ നെഞ്ചിൽ ആഴത്തിലുള്ള മുറിവും അവർ നൽകുന്നുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും അപമാനിക്കപ്പെട്ട് ആ മനുഷ്യൻ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ടോ ഇവർ വീണ്ടും പറയുകയാണ്, ഇവൻ്റെ ശരീരം ഇവർ എടുത്തുകൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ അവന്മാർ പറഞ്ഞ് പരത്തും, അതുകൊണ്ട് അവൻ്റെ കല്ലറയിൽ കാവൽ നിർത്തണം. അതുകൊണ്ട് അവൻ്റെ കല്ലറ മൂടി, വലിയൊരു കല്ലുകൊണ്ട് അത് മൂടി കാവലും നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ മരണം അവർ ഉറപ്പിച്ചു, അവർ അവൻ്റെ ജീവിതത്തെ അവസാനിപ്പിച്ചു, വലിയൊരു കല്ല് മുരട്ടി വെച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന മനുഷ്യർ ഇന്നും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒരു മനുഷ്യൻ്റെ അവൻ്റെ എല്ലാവിധ ഉയർച്ചകളെയും താഴ്ചകളാക്കി അവൻ മരിച്ചു എന്ന് ഉറപ്പാക്കി അവനെ അടിച്ചമർത്തി നശിപ്പിക്കാൻ നടക്കുന്ന ചില മനുഷ്യർ. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യർ, തോൽപ്പിക്കുന്ന മനുഷ്യർക്കാകട്ടെ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെല്ലാം സഹിച്ച് മരണത്തിലേക്ക് കീഴ്പ്പെടുകയാണ്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ സുവിശേഷം. ഈ മനുഷ്യർക്ക് വേണ്ടി ആരാണ് വാദിക്കുക? ആരാണ് അവർക്ക് വേണ്ടി സംസാരിക്കുക? നമ്മളൊരു കാര്യം കൂടി ചിന്തിക്കണം. നമ്മൾ ചില മനുഷ്യരെ കൊല്ലുമ്പോൾ, അത് ശാരീരിക മരണമാകട്ടെ, അവരുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന മാനസിക മരണമാകട്ടെ, നമ്മളൊരു മനുഷ്യനെ, ഒരു സ്ത്രീയെ, ഒരു പുരുഷനെ മരണത്തിലേക്ക് കടത്തിവിടുമ്പോൾ അവരെ സ്നേഹിച്ചിരുന്ന മനുഷ്യരെ കൂടെ നമ്മൾ കൊല്ലുന്നുണ്ട്. ഒരു രാജാവ് തൻ്റെ ശത്രു രാജ്യത്തിലെ ഒരു സൈന്യാധിപനെ രക്ഷിക്കുകയാണ്. അപ്പോൾ ഈ സൈന്യാധിപൻ രാജാവിനോട് ചോദിക്കുന്നുണ്ട്, രാജാവ് അങ്ങനെ ശത്രുവാണല്ലോ അവൻ, എന്തിനാണ് അവനെ രക്ഷിച്ചത്? അപ്പോൾ ഈ രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനെ മരണത്തിലേക്ക് കടത്തി വിടരുത്. കാരണം അവനെ സ്നേഹിക്കുന്ന മനുഷ്യർ പോലും അവൻ്റെ മരണത്തോടൊപ്പം അവനോടൊപ്പം മരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞു തിരിയുമ്പോൾ രാജാവ് രക്ഷിച്ച സൈന്യാധിപൻ്റെ മകൻ, ചെറിയൊരു കുഞ്ഞു മകനാണ്, അവൻ ഓടി വന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ രാജാവിൻ്റെ മുമ്പിൽ കൈയും കൂപ്പി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവർ സ്നേഹത്തോട് പോകുകയാണ്. അപ്പോൾ ശത്രുക്കളോട് പോലും ചില മനുഷ്യർ കരുണ കാണിച്ചിരുന്നു. കാരണം നമ്മളൊരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിടുമ്പോൾ അവർ സ്നേഹിച്ചിരുന്ന മനുഷ്യരെ കൂടെ നമ്മൾ കൊല്ലിക്കണം. അപ്പോൾ ഒരാളല്ല മരിക്കുന്നത്, ആ ആളിനോടൊപ്പം അദ്ദേഹം സ്നേഹിച്ചിരുന്നവരും അദ്ദേഹത്തിൻ്റെ താങ്ങും തണലുമായിരുന്നവരും ഒക്കെ മരിക്കുന്നുണ്ട്. യേശുനാഥൻ്റെ കാര്യത്തിൽ ഇത് അക്ഷരാർത്ഥത്തിലാണ്. യേശുനാഥനെ ചുറ്റിപ്പറ്റി ജീവിച്ചിരുന്ന ശിഷ്യന്മാർ അവർ ചിതറി ഓടിക്കപ്പെടുന്നുണ്ട്. അവരുടെ എല്ലാ ഹോപ്പും, അവരുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോവുകയാണ് യേശുവിൻ്റെ മരണത്തോടുകൂടി. മഗ്ദലന മറിയത്തിൻ്റെ ഏങ്ങനടിച്ചുള്ള കരച്ചിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവൾ അത്രമാത്രം സ്നേഹിച്ചിരുന്ന യേശുനാഥനെ അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിരാവിലെ അവൾ ഓടി വരുന്നത്. അവൻ്റെ ശവശരീരമെങ്കിലും നെഞ്ചോട് ചേർത്ത് വെച്ച് അവൻ കൂടെ ഉണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്താനാണ് ഇവൾ ഓടി വരുന്നത്. അപ്പം അങ്ങനെ ആ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ കൂടെ ഇന്നത്തെ തിരുനാളിൽ നമ്മൾ ഓർക്കണം. എന്നിട്ട് യേശുനാഥൻ നമ്മളോട് പറയുന്ന കാര്യമുണ്ട്, നമ്മളെ കാരണം ഒരു മനുഷ്യന് ഈ ജീവിതത്തിൽ മരണത്തിലേക്ക് കടന്നു പോകുന്നവരാകരുത്. ഇത് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ചില മനുഷ്യരുടെ ദുർവാശികൾ കാരണം, ചില മനുഷ്യരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണം ചില മനുഷ്യരെ നമ്മൾ മരണത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. അവരാകട്ടെ അക്ഷരാർത്ഥത്തിൽ നല്ല മനുഷ്യരാണ്. ആ നല്ല മനുഷ്യർ അവർ ചെയ്ത നന്മയുടെ പേരിൽ, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ നമ്മൾ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അവരോടൊപ്പം അവരുടെ പ്രിയപ്പെട്ടവർ മരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഇതല്ല അവസാനം. അത് യേശുനാഥൻ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെയുള്ള മനുഷ്യർക്ക് സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. എവിടെയെല്ലാം തിരിച്ചു ചോദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ മനുഷ്യർ സങ്കടപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്വരം, ശക്തി, അനുഗ്രഹം അവർക്ക് മുൻപിൽ സംസാരമായി, ശബ്ദമായി, വെളിച്ചമായി, തെളിച്ചമായി വന്നു നിന്നിട്ടുണ്ട്. ഇസ്രായേൽക്കാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ ആ ശബ്ദം മോശയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ എൻ്റെ ചെവിയിൽ കേട്ടു എന്നാണ് പറയുന്നത്. അതെ, എൻ്റെ സങ്കടങ്ങളും കരച്ചിലുകളും കേൾക്കാൻ ശക്തിയുള്ളൊരു ദൈവം എനിക്ക് കൂട്ടിനുണ്ടെന്ന് ഇന്നത്തെ തിരുനാൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ മോചിപ്പിക്കാനായി ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ ശക്തമായ കരം കൊണ്ട് തന്നെ 10 മഹാമാരികളയച്ച് ദൈവം അവരുടെ മേൽ ആ വലിയ ശിക്ഷാവിധി നടത്തി ഇസ്രായേലിനെ മോചിപ്പിക്കുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഈജിപ്തിന് കൊടുത്ത ശിക്ഷ മാത്രമല്ല, ദൈവം ചോദിക്കാൻ ആരുമില്ലാത്ത ഒരു ജനതയെ നിങ്ങൾ നശിപ്പിക്കുമ്പോൾ, ഒരു മനുഷ്യനെ നിങ്ങൾ നശിപ്പിക്കുമ്പോൾ, കൊല്ലാക്കൊല ചെയ്യുമ്പോൾ ദൈവം തന്നെ നിങ്ങളുടെ എതിർസ്ഥാനത്ത് വരും എന്നുള്ളൊരു ചിന്തയും ഒരു വലിയൊരു ബോധ്യമാണ് നൽകുന്നത്. ദൈവത്തിനോടൊപ്പം ആർക്കെതിരെ നിൽക്കാൻ സാധിക്കും? ഒരുപക്ഷെ ഇന്ന് നീ അടിച്ചമർത്തുന്ന മനുഷ്യന് നിന്നോട് തിരിച്ചു ചോദിക്കാൻ കഴിയില്ലെങ്കിൽ അവന് വേണ്ടി ദൈവം ചോദിക്കും. പക്ഷേ ദൈവം ചോദിക്കുമ്പോൾ നിനക്ക് മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടാൻ പോകുന്ന മഹാമാരികളുടെ കണക്കിന് അതിരില്ലാതിരിക്കും എന്നുകൂടി ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം വരികയാണ്. ഇത് ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ മനോഹരമായി നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. എല്ലാം അവസാനിപ്പിക്കാനായി അവർ മൂടി വെച്ചിരിക്കുന്ന ആ കല്ല് ദൈവത്തിൻ്റെ മാലാഖ വന്ന് കല്ല് ഉരുട്ടി മാറ്റി അതിന് മുകളിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന പടയാളികൾ വിറങ്ങലിച്ച് നിൽക്കുന്നു എന്നാണ് സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് രേഖപ്പെടുന്നത്. അതായത് ഇത് മൂടി അടച്ച് ഭദ്രമാക്കി വെച്ചിരുന്ന മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു? അവർ മരിച്ചവരെ പോലെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ കരം കൊണ്ട് ശിക്ഷകൾ ഏറ്റുവാങ്ങുന്ന മനുഷ്യരെ മാറും എന്നുള്ളൊരു സൂചന കൂടെ സുവിശേഷം നൽകുന്നുണ്ട്. ഇതൊരു വാണിംഗ് ആണ്.
ശബ്ദമില്ലാത്ത മനുഷ്യരുടെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഓരോ മനുഷ്യനുമുള്ള വാണിംഗാണ് ഇന്നത്തെ തിരുനാൾ. ദൈവം അവർക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ളത് തിരുനാൾ. അതുകൊണ്ടാണ് പത്രോസ് ലീഗ യേശുനാഥൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ കൊന്ന മനുഷ്യനെ നമ്മുടെ കർത്താവായ ദൈവം ഉയർപ്പിച്ചു എന്നാണ്. ദൈവം ഉയർപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈശോ തന്നെയാണ് ദൈവം. എങ്കിലും പത്രോസ് പറയുന്ന വളരെ മനോഹരമായ ഒരു കാര്യമാണ്, ദൈവം അവനെ ഉയർപ്പിച്ചു എന്നാണ്. അതെ, നിങ്ങൾ ജീവിതത്തിൽ ആരെങ്കിലും തിന്മയ്ക്ക്, അതായത് അവൻ ചെയ്ത നന്മ കരുതിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന തിന്മയാൽ ഒരാളെ നിങ്ങൾ അടിച്ചമർത്തുമ്പോൾ ദൈവം അവനെ ഉയർപ്പിക്കും എന്നാണ്. ഇന്നത്തെ തിരുനാൾ അതാണ്. ഊതി അണയ്ക്കാൻ ശ്രമിച്ചിട്ടും ആളിക്കത്തിയവൻ്റെ തിരുനാളാണ് ഇന്നത്തെ തിരുനാൾ. യേശുനാഥൻ ആ ഒരു ആളിക്കത്തലെ വരുന്നതാണ്. അപ്പോൾ എന്താണ് തിരുനാൾ? ഈ തിരുനാൾ എന്നോട് പറയുന്നത്, യേശുനാഥൻ ഉയർപ്പിലേക്ക് തിരിച്ചു വന്നു. അവൻ്റെ ജീവിതം അവനെ ഉയർക്കാതിരിക്കാൻ അവന് പറ്റില്ല. കാരണം അവനെ സ്നേഹിച്ചിരുന്ന ഒത്തിരിയധികം മനുഷ്യർ അവിടെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് താങ്ങും തണലുമാകാൻ അവൻ ഉയർത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ തിരികെ വരുന്നു. ഈ മനുഷ്യരെയെല്ലാം വീണ്ടും ചിതറിക്കപ്പെട്ടു പോയവരെല്ലാം അവൻ ഒരുമിച്ച് കൂട്ടുന്നു, അവരെ ശക്തിപ്പെടുത്തുന്നു. ഇന്ന് ആ ശക്തിയുടെ പ്രകമ്പനം ഈ തിരുസഭയിൽ മുഴുവൻ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈസ്റ്റർ ദിനത്തിൽ എല്ലാവർക്കും നൽകുന്ന ഒരു പ്രത്യാശയുടെ വാർത്തയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഒത്തിരിയധികം യുവാക്കളും യുവതികളും ക്രിസ്തുവിൻ്റെ മാർഗത്തെ പിന്തുടർന്നുകൊണ്ട് സുവിശേഷത്തിലേക്ക് വിശ്വസിച്ച് തിരികെ വരുന്നുണ്ടായിരുന്നു. ഒത്തിരിയധികം മനുഷ്യർ അതിജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു വർഷം കൂടിയാണിത്. അപ്പോൾ ഈ പ്രകമ്പനം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ തിരുനാൾ പ്രതീക്ഷയുടെ തിരുനാൾ. ദൈവം നിന്നെ സഹായിക്കും എന്നൊരു കാര്യം ഓർപ്പിക്കണം. അപ്പോൾ എന്താണ് ഈ തിരുനാൾ എന്നോട് പറയുന്ന മറ്റൊരു കാര്യം? എന്നെ ആൾക്കാരാണ് ഒരു മനുഷ്യനും ജീവിതത്തിൽ അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകരുത് എന്നൊരു ചിന്ത എനിക്ക് സുവിശേഷം നൽകുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താണ് കഴിയുക? ഈ കല്ലുരുട്ടി മാറ്റുന്ന മനുഷ്യരെ മാറണം. അപ്പോൾ ദൈവം കല്ലുരുട്ടി മാറ്റിയെന്നല്ല, ദൈവത്തിൻ്റെ മാലാഖ കല്ലുരുട്ടി മാറ്റിയതാണ്. അപ്പോൾ ചില മനുഷ്യരുടെ ജീവിതത്തിൻ്റെ മേലെ വേറെ മനുഷ്യർ കല്ലുകൾ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉരുട്ടി മാറ്റുന്ന മനുഷ്യരായി ഞാൻ മാറണം. അങ്ങനെ ഞാൻ പ്രത്യാശ നൽകുന്ന മനുഷ്യരായി മാറണമെന്നാണ് ഈ തിരുനാൾ എന്നോട് ഓർമ്മിപ്പിക്കുന്നത്. വളരെ മനോഹരമായ ഒരു സെർജിയോ എന്ന് പറയുന്ന ഒരു വൈദികൻ്റെ കഥ. 1997 അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു അനാഥാലയത്തിൽ ഏതാണ്ട് 2000-ഓളം വരുന്ന കുട്ടികളുടെ അനാഥാലയത്തിൽ നോക്കുന്നൊരു വൈദികനായിരുന്നു. വളരെ ചെറുപ്പക്കാരനായിരുന്നു ഈ സെർജിയോ എന്ന് പറയുന്ന വൈദികൻ. ഇദ്ദേഹം ഈ കുട്ടികളെ ഇങ്ങനെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സമയം എത്തിയപ്പോഴേക്ക് ആ കുട്ടികൾക്കൊന്നും കൊടുക്കാനാവാത്ത അവസ്ഥയായി. കുട്ടികളെ ഒന്നും സഹായിക്കാനൊന്നും ആരുമില്ല. ഈ വൈദികന് വളരെ സങ്കടം തോന്നി. ഈ കുട്ടികളുമായി എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയായി ഈ വൈദികന്. മെക്സിക്കോയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഈ വൈദികൻ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഈ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ തിരുസ്വരൂപം ഉടക്കുകയാണ്. അന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്. രാത്രി കാലങ്ങളിൽ അദ്ദേഹം റെസ്ലിംഗ്, അതായത് ഈ മല്ലയുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ് രാത്രി കാലങ്ങളിൽ. അങ്ങനെ രാത്രി കാലങ്ങളിൽ മല്ലയുദ്ധം ചെയ്യാൻ പോയി പണം സമ്പാദിച്ച് 2000-ലധികം വരുന്ന കുട്ടികളെ അദ്ദേഹം ജീവനിലേക്കും ജീവിതത്തിലേക്കും കൈപിടിച്ച് ഉയർത്തി ആ മനുഷ്യന് പറയുന്നൊരു കാര്യമുണ്ട്. ഈശോ അവന് നൽകിയൊരു ബോധ്യം ഉണ്ടായിരുന്നു, ഈ 2000 പേര് ജീവിക്കാൻ അവൻ കാരണമാകുമെന്നുള്ള ബോധ്യം. അപ്പം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഒരു മാസ്ക് ഒക്കെ വെച്ചാണ് രാത്രി കാലങ്ങളിൽ റെസ്ലിങ്ങിന് പോയി പണം സമ്പാദിച്ച് ഈ കുട്ടികളെ ജീവിതത്തിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഇതുപോലെ കല്ല് ഉരുട്ടി മാറ്റുന്ന മനുഷ്യരാകാൻ സാധിക്കും. കല്ല് കയറ്റി വെക്കുന്ന മനുഷ്യരല്ല. ഈ 2000-ലധികം വരുന്ന അനാഥരായത് ചില മനുഷ്യർ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കല്ലുകൾ ഉരുട്ടി വെച്ചതുകൊണ്ടാണ്. എന്നാൽ ഈ വൈദികനായിട്ട് ആ കല്ലെല്ലാം ഉരുട്ടി മാറ്റുന്ന ദൈവത്തിൻ്റെ മാലാഖയായി ഇവിടെ മാറിയപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശം പരക്കുകയാണ്, അവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വേണം. ഇന്നത്തെ തിരുനാൾ എന്നോട് നൽകുന്നൊരു ഓർമ്മയും ഇതാണ്. കല്ലുരുട്ടി മാറ്റുന്ന മനുഷ്യരാകാൻ നമുക്ക് കഴിയണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുനാളുകളുടെ തിരുനാളായ ഈ മഹാതിരുനാളും ഈ മഹോത്സവവും നമ്മുടെ ജീവിതത്തിലേക്ക് യേശുനാഥൻ്റെ ആ പ്രകാശം പരത്തുന്ന വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമ്മെ സഹായിക്കട്ടെ. ഹാപ്പി ഈസ്റ്റർ.